ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തായിരുന്നു. അതിന് എൻ്റെ വീഡിയോസിനൊക്കെ പലരും നല്ല അഭിപ്രായങ്ങളും എൻ്റെ വീഡിയോസ് ഉപകാരത്തിൽപ്പെടുന്നു, ഒരാൾക്കെങ്കിലും ഉപകാരത്തിൽപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്താ പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻ്റായോ എന്നെ അറിയാവുന്നവരാണ് കാണുന്നതെങ്കിൽ എന്നെ വിളിച്ചോ ഒക്കെ എനിക്ക് തരുന്ന ആ ഒരു ഫീഡ്ബാക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു സന്തോഷവും എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആക്കാനുള്ള ഒരു ഇതും കൂടിയാണ്. ഒരു DHLൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. എനിക്കറിയാവുന്ന ഒരു കുട്ടി, ആ കുട്ടി എന്നെ വിളിച്ചിരുന്നു. ആ കുട്ടിക്ക് അതൊരു ഉപകാരത്തിൽപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷം തോന്നി. അതുപോലെ തന്നെ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ലാസ്റ്റ് ആയിട്ടിരുന്ന എന്താ പറയുക, ഇറ്റലിയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. എൻ്റെ കാര്യങ്ങളാണ്. പിന്നെ പല കാര്യങ്ങളും ചിലതൊന്നും ക്ലിയർ ആയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് അതിനൊരു മറുപടി ആയിട്ടാണ് സത്യത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് കൂടി വിചാരിച്ചത്. കാരണം എന്താ പറഞ്ഞാൽ എനിക്ക് പല കാര്യങ്ങളും അതിൽ പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെയ്യുന്ന കാര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ലീഗലാണ്. അതൊരിക്കലും ഇല്ലീഗലല്ല. ഞാൻ ആ വന്ന രീതി ഇല്ലീഗലാണ്. എനിക്ക് ആ ഇല്ലീഗൽ രീതി ഫുള്ളായിട്ട് എനിക്കിതിൽ എന്താ പറയുക വീഡിയോ ആയിട്ട് ചെയ്യാൻ കഴിയില്ല, ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞാനത് അത്രയും എന്താ പറയുക അവിടെ നിന്നും കുറേ വീഡിയോ ഉണ്ടായിരുന്നു. അതിനെ കട്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. 2-3 പേരോടൊക്കെ സംസാരിച്ചായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഞാനത് അങ്ങനെ ഒരു വീഡിയോ അങ്ങനെ ആക്കിയെടുത്തതാണ്. ശരിക്കും പറഞ്ഞാൽ അതിൽ പല ഭാഗങ്ങളും ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം. അതൊരിക്കലും അങ്ങനെ ഒരു ഇല്ലീഗൽ രീതി നമുക്കൊരിക്കലും ഓപ്പണായിട്ട് പറയാൻ പാടില്ല. നമ്മളെല്ലാവരും ചെയ്യുന്നത് ഇല്ലീഗലാണെങ്കിൽ കൂടി നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറയുക എന്ന് പറയുന്നത് അത് വളരെ ഡേഞ്ചറാണ്. എന്താ പറയുക, അങ്ങനെ ഒരു ഇതുള്ളതുകൊണ്ടാണ് ഞാനത് പല ഭാഗങ്ങളും ഞാനതിൽ കട്ട് ചെയ്ത് കളഞ്ഞത്. മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. കാരണം എന്താ പറഞ്ഞാൽ അത് എന്താ പറയുക പറയുന്നതിന് ലിമിറ്റ്സ് ഉണ്ട് അതിൽ. അതുകൊണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പല കാര്യങ്ങളും നിയമത്തിനെതിരായതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോറി. അപ്പോൾ അതാണ് സത്യത്തിൽ ആ വീഡിയോ അങ്ങനെയായി മാറിയത്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു കട്ട്, അതായത് ഒരു ചെറിയൊരു പീസ് കഷ്ണം അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്. മനസ്സിലായിട്ടില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കമൻറ്റ് ചെയ്താൽ ഞാൻ പറയാം, റിപ്ലൈ തരാം എന്ന് പറയാനും കാരണം അത് തന്നെയാണ്. കാരണം ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക എല്ലാവരിലേക്കും എത്തും. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും എത്തും. അപ്പോൾ പരമാവധി അത് എന്താ പറയുക നമ്മൾ ചെയ്ത തെറ്റാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിൽ ഓപ്പണായിട്ട് പറഞ്ഞേക്കുന്നത്. അത് ആ ഒരു റിസ്ക് എടുത്ത കാരണമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ്. ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പല കാര്യങ്ങളും, ചിലർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ വഴി വന്നവരാണ് ഇത് കാണണമെങ്കിൽ അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, കണക്റ്റ് ആയിട്ടുണ്ടാകും. ഞാൻ ഫ്രാൻസിലേക്ക് വന്നു എന്നാണ് പറഞ്ഞത്. ജർമ്മനിയിലേക്ക് വരുന്നവർക്കും പല സ്ഥലങ്ങളിൽ വരുന്നവരും ഉണ്ട്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട്. അതാണ്. അപ്പോൾ എല്ലാവർക്കും സോറി, എന്തെങ്കിലും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ സോറി. ഈ ഫീഡ്ബാക്സിനൊക്കെ എല്ലാവർക്കും ഞാൻ നന്ദിയാണ് പറയുന്നത്. എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോയും കാണുന്നവരും അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവുന്നു എന്ന് അറിയുമ്പോൾ എന്നെ സംബന്ധിച്ച് സന്തോഷമുള്ള കാര്യമാണ്. തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.